ഓക്കെ മക്കളെ, ഹായ്. സാറ് പറയണ കേൾക്കണമെങ്കിൽ ഹായ് കാണിച്ചേ. ഓക്കെ അല്ലേ? സൗണ്ട് ഒക്കെ ഓക്കെ മക്കളെ? ഹായ്. ഓക്കെ, ഹലോ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം അല്ലേ മക്കൾക്ക് അറിയാം എന്താണ്? ഇന്ന് ഈ ഒരു 5:30 മുതൽ ഒരു 6:15 വരെയുള്ള ടൈമിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. മക്കൾക്കറിയാം ഇന്ന് നമുക്ക് റിവിഷൻ എക്സാം ആണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓൾറെഡി മക്കൾക്ക് അറിയാം അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചാപ്റ്ററിലുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും സാറ് പറയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം ഓക്കെ സാറേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് അല്ലേ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം ഈസ് നോൺ as ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമുക്കറിയാം ഒരുപാട് മീഡിയംസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വായു ഉണ്ട്, എയർ ഉണ്ട്, ഓക്കെ, അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇനി മീഡിയംസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഈ 4 മീഡിയത്തെ പറ്റിയാണ്. അപ്പോൾ ഓരോ മീഡിയത്തിലും ലൈറ്റിന് സ്പീഡ് എന്താണ്, ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? ലൈറ്റിന്റെ ജനറലി സ്പീഡ് എന്ന് പറയുമ്പോൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. പക്ഷേ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് ലൈറ്റിന്റെ സ്പീഡിൽ മാറ്റം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിനെ മാറ്റം വരുത്തുവാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു തരാം. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ സാറ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മക്കള് റിയാക്ഷൻ തന്നെ കേട്ടോ, വേറൊന്നുമല്ല. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി എന്ന് വിചാരിക്കാം മക്കളെ. ഇപ്പൊ ഞാൻ സാറോട് എഴുതിയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, മലയാളത്തിൽ പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വാല്യൂ കൂടിയാൽ ആരോ മാർക്ക് മുകളിലോട്ട് ഇട്ടു. അങ്ങനെയെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിന് എന്ത് സംഭവിക്കും മക്കളെ? ഒന്ന് ആക്ഷൻ കാണിച്ചേ. കുറയൂ അല്ലേ? ഓക്കെ, സാർ അൺമ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ മക്കളെ, ആക്ഷൻ കാണിച്ചാൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഓക്കെയാണ് മക്കളെ, സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നതാണ്. അപ്പൊ ആരോ മാർക്ക് താഴ്ത്തോട്ട്. ഓക്കെ അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ, ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു വരുന്നതാണ്. ക്ലിയർ ആണോ മക്കൾ എല്ലാവർക്കും? ഓക്കെ അല്ലേ? പ്രകാശിക സാന്ദ്രത കൂടിയാൽ പ്രകാശ വേഗത കുറയും. ക്ലിയർ, സെറ്റ്. ഓക്കെ. അപ്പോൾ അടുത്ത എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒരു മാധ്യമത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കാം. ആരോ മാർക്ക് താഴ്ത്തോട്ട് വന്നു. അങ്ങനെയെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിന് എന്ത് സംഭവിക്കും മക്കളെ? ആ മാധ്യമത്തിൽ ആക്ഷൻ കാണിച്ചാൽ മതി കേട്ടാ. കൂടുന്നതാണ് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്നതാണ്. അപ്പോൾ സാർ അത് എഴുതി, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്നതാണ്. ആരോ മാർക്ക് മുകളിലോട്ട് കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ, നന്നായിട്ട് ഇത് മനസ്സിലാക്കുക. ഇത് അറിയാത്ത മക്കൾ ഇപ്പൊ ഈ എഴുതിയേക്കുന്ന കാര്യം ഒരു ബോക്സിൽ എവിടെയെങ്കിലും വരച്ചു വെച്ചോ കേട്ടോ. ഓക്കെ. നമുക്ക് എല്ലാ തവണത്തെ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിൽ സാർ ചോദിച്ചോട്ടെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇപ്പൊ നമ്മളിപ്പോ 4 മീഡിയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. അങ്ങനെയെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിനായിരിക്കും? പറയാൻ പറ്റുന്നവർ ഡാറ്റ കാണിച്ചോട്ടാ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിനായിരിക്കും? ടാറ്റ കാണിച്ചോ മക്കളെ. എല്ലാവരും ടാറ്റ കാണിക്കുന്നുണ്ട് സാറേ. ഓക്കെ, ദിയ പറയോ അല്ലേ? ദിയ ഹായ്. കേട്ടില്ല മോനെ? ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതാണ് മക്കളെ? ദിയ എയർ എന്നാ പറയണ. എയർ ആണ് മക്കളെ, എയർ അല്ല കേട്ടാ ദിയ. ശ്രദ്ധിച്ച് കേൾക്ക. സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറയുമ്പോഴാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുക. ഓക്കെ അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവ് ആർക്കാണ്? ഡയമണ്ടിനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഡയമണ്ടിന് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഡയമണ്ടിനായിരിക്കും എന്ത് കൂടുതൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ലോജിക്ക് മനസ്സിലായോ? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ്? ഡയമണ്ടിനാണ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത കേസ് പറയാ. ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം എവിടെയാണ്? എയറിലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് എയറിലാണ്.
അപ്പോ എയറിലത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ലൈറ്റിന് സ്പീഡ് ഉള്ളത് എയറിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? ആരാണ് സാറേ പറയുന്നേ? ശ്രേയ പറയൂ അല്ലേ? ശ്രേയ ഹായ്. കുറവായിരിക്കും. അതായത് ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എവിടെയാണ്? എയറിലാണ് അല്ലേ? ഓക്കേടാ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് ആരെ കാണിച്ചേ? അപ്പൊ മക്കള് സാർ അന്ന് പറഞ്ഞ കാര്യം ഓർക്കണ്ടാവും. വേറൊന്നും ചിന്തിക്കണ്ട, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഒപ്റ്റിക്കൽ, നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് സങ്കല്പിക്കുക. ഒരു റോട്ടിൽ വണ്ടികൾ പോയെന്ന് വിചാരിക്കുക. ഓക്കെ, റോട്ടിൽ നിറച്ചും ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക മക്കളെ. നല്ല ബ്ലോക്ക് ഉള്ള റോഡാന്ന് വിചാരിക്കുക. അതായത് ബ്ലോക്കിന് പകരം മക്കള് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ ചിന്തിക്കുക. അതായത് ബ്ലോക്കിന് പകരം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ബ്ലോക്ക് കൂടുതലാണ്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. സ്വാഭാവികമായിട്ടും സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? വണ്ടിയുടെ സ്പീഡ് കുറയും. ആലോചിക്കുക തന്നെ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു, അതായത് റോട്ടിലെ ബ്ലോക്ക് കുറഞ്ഞു. റോട്ടിലെ ബ്ലോക്ക് കുറഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ സ്പീഡ് എന്ത് ചെയ്യും? കൂടുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ റോഡിലെ ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്യാം. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എക്സാമിന് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ട് മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ സാർ ആ റിലേഷൻഷിപ്പ് ഇവിടുന്ന് കാണിക്കുക അല്ലെ? ഓക്കെ ഓക്കെ മക്കളെ, ഇപ്പൊ സാറി ഇവിടെ എഴുതിയേക്കുന്ന അതേ കാര്യമാണ് ഇവിടെ എന്ത് പറഞ്ഞേക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, എന്താ പറയുന്നത്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ മീഡിയം വിത്ത് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്. ക്ലിയർ ആണോ? ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്, നമ്മൾ ഫസ്റ്റ് എഴുതിയേക്കുന്ന കാര്യം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ വിത്ത് മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഹയർ ആണ്. ക്ലിയർ? സെറ്റ് ആണോ? അപ്പൊ ഇതിങ്ങനെ പാരാഗ്രാഫായിട്ട് പഠിക്കണേക്കാൾ നല്ലത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു ബോക്സ് വരച്ചിട്ട് ഈ ആരോ മാർക്ക് വെച്ച് പഠിക്കണേക്കും നല്ലത് അല്ലേ? ശരിയല്ലേ മക്കളെ? സെറ്റ് ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് ചെയ്യും. ഓക്കെ ആണല്ലേ? വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ സാർ, നമുക്ക് പഠിത്തത്തിലോട്ട് പോവാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് റിഫ്രാക്ഷൻ. നമുക്കറിയാം റിഫ്രാക്ഷനെ പറ്റി മക്കൾക്ക് വേണമെങ്കിൽ ആക്ഷൻ കാണിക്കാൻ പറ്റി കാണിച്ചോട്ടാ. റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറെ പേര് കാണിക്കുന്നുണ്ട്. എന്താണ്? അതായത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ? അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് വരുമ്പോൾ, ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, 2 മീഡിയത്തിന്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കണം? ഡിഫറന്റ് ആയിരിക്കണം അല്ലെ? അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് വരണം. എങ്ങനെ വരണം മക്കളെ? ഒന്ന് ആക്ഷൻ കാണിച്ചേ. ചെരിഞ്ഞ് വരണം അല്ലെ? നേരെ വരരുത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് ചെരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ ഈ ലൈറ്റിന്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. എവിടെ വെച്ച് സംഭവിക്കുന്നു? സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ, സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ റിഫ്രാക്ഷനെ പറ്റി എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു പിക്ചർ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ എക്സാമിനാണെങ്കിലും റിഫ്രാക്ഷനെ പറ്റി ചോദിക്കണം, 3 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷന്റെ ഡെഫിനേഷൻ എഴുതുന്നതിന് 2 മാർക്കും, ഓക്കെ, അതിന്റെ പിക്ചർ വരയ്ക്കുന്നതിന് 1 മാർക്കും ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിളായിട്ട് പിക്ചർ വരയ്ക്കുക. ഓക്കെ, ഈ വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേര് സർഫസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. ഓക്കെ, ഇത് മീഡിയം 1, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. മീഡിയം 1, ഇത് മീഡിയം 2. ഓക്കെ, അപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിലോട്ട് ലൈറ്റ് സഞ്ചരിച്ചു. ലൈറ്റ് ചെരിഞ്ഞാണ് വരുന്നത്. ആരോ മാർക്ക് കൊടുത്തു. ഓക്കെ, ഏത് പോയിന്റിൽ വെച്ചാണോ കൂട്ടിമുട്ടുന്നത് അല്ല മുട്ടുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യുക? നോർമൽ താഴത്തോട്ട് വരയ്ക്കുക അല്ലെങ്കിൽ മുകളിലോട്ട് വരയ്ക്കുക. ഇതിന് ശേഷം എന്ത് ചെയ്യുക? നേരെ പോകേണ്ട ലൈറ്റ് നേരെ പോകാതെ വളയുന്നു. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്ന് വായിച്ചു തരാം കേട്ടോ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലിക്വലി, ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒബ്ലിക്വലി എന്ന് വെച്ചാൽ ചെരിഞ്ഞ് സഞ്ചരിക്കുക. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലിക്വലി ഫ്രം one medium to another of different optical densities, it undergoes a deviation at surface of separation of this medium. This phenomenon is known as refraction. Clear ആണോ മക്കളെ? സെറ്റ് അല്ലേ? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്
അതിന്റെ ദിശയ്ക്ക്, അതായത് പ്രകാശത്തിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ മക്കളെ? സെറ്റ് ആണോ? സിമ്പിൾ പരിപാടിയല്ലേ? ഓക്കെ. അപ്പോൾ റിഫ്രാക്ഷൻ ഒക്കെ എന്ന് വിചാരിക്കേണ്ട. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഒന്ന് കാണിച്ച് ചെയ്യും. ഓക്കെ എടാ, വെരി ഗുഡ്. ഓക്കെ സാറേ, നമുക്കിപ്പോ അടുത്തിലോട്ട് പോവാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ പറയും. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. മക്കൾക്ക് അറിയാമല്ലോ, സാർ ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് സമയം എടുത്ത് പഠിപ്പിച്ചൊരു കാര്യമാണ് ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. ഓക്കെ, അപ്പോൾ അത് സാറിന് പറഞ്ഞുതരാം. അതായത് അല്ലെങ്കിൽ കാര്യം ചെയ്യാം സാറേ, നമുക്ക് ഒരാളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ സമയത്ത് സാർ ഇത് മാറ്റുകയും ചെയ്യാലോ. ഓക്കെ ഓക്കെ, സാർ വേണമെങ്കിൽ ഇത് മാറ്റിക്കോ സാറേ, സ്ലൈഡ് മാറ്റിക്കോ. എന്നിട്ട് മക്കൾക്ക് മനസ്സിലായത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്താണ് മക്കൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓക്കെ, ആരാണ് സാറേ പറയുന്നേ? അതുൽ പറയൂ അല്ലേ? അതുൽ ഹായ്. ഓക്കെ അതുലേ, അൺമ്യൂട്ട് ചെയ്തരാ. അതുൽ രാജിന് പറ്റില്ല സാറേ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ അതുലേ, പിന്നെ വിളിക്കാം കേട്ടാ. വേറെ അതുലുണ്ടല്ലേ? ഓക്കെ അതുൽ, ഹലോ. ഹലോ. ഓക്കെ അതുലേ, എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ മോന് മനസ്സിലായി എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളോ? when a ray of light enters കേട്ടില്ല. when a ray of light enters optically denser medium to rarer medium at the angle of incident it's at 90 degree become 90 degree. The critical angle of water is 42 degree. പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്, പക്ഷേ ചെറിയ ചെറിയ മിസ്സിങ്ങുകളുണ്ട്, ചെറിയത് മാറിപ്പോയിട്ടുണ്ട് കേട്ടാ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ ഒന്നുമല്ല, ദേ സാർ ഇവിടെ ഒരു ലൈൻ വരച്ചു, സർഫസ് ഓഫ് സെപ്പറേഷൻ ആണ്. മക്കൾ ഓർക്കണണ്ട? ഓക്കെ, ഇതിന്റെ താഴെ സാർ DM എന്ന് എഴുതിയത് മക്കൾ ഓർക്കണുണ്ട്? DM ഓർക്കണ കാര്യം കാണിച്ചേ. DM എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയം എന്ന് പറയും. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം DM. മുകളിൽ നമ്മൾ RM എന്ന് എഴുതി, അതായത് റേറർ മീഡിയം. എന്താണ്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഡെൻസർ മീഡിയത്തിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ് പറയാം. ഗ്ലാസ് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? കട്ടി കൂടിയതല്ലേ ഗ്ലാസ്സിന്? ഓക്കെ, റേററിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എയർ പറയാം അല്ലേ? ശരിയല്ലേ? എയർ. അപ്പൊ ഇത്രയുള്ളൂ സംഭവിക്കുന്നേ. ലൈറ്റ് റേ ഇങ്ങനെ വന്നു, ചെരിഞ്ഞു വന്നു അല്ലെ? ചെരിഞ്ഞു വന്നു. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുക? നോർമൽ വരയ്ക്കുക, താഴത്തോട്ട് നോർമൽ വരയ്ക്കുക. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന ലൈറ്റ് റേ, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലോട്ട് വരുന്ന ലൈറ്റ് റേ, ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഈ നോർമലിൽ നിന്ന്, ഇതാണ് നോർമൽ അല്ലേ? N ഡാഷ് എന്ന് പറയുന്നത് നോർമൽ. നോർമലിൽ നിന്ന് 90 ഡിഗ്രി മാറി, നോർമലിൽ നിന്ന് 90 ഡിഗ്രി മാറി ഇങ്ങനെ വന്നത് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. എപ്പോഴാണോ ലൈറ്റ് റേ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വന്ന് പതിക്കുന്നത്, ആ സമയത്ത് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നോർമലിൽ നിന്ന് 90 ഡിഗ്രി മാറി ലൈറ്റ് റേ പോകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴാണോ 90 ഡിഗ്രി വരുന്നത്, ആ സമയത്തെ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്ലിയർ ആണോ? സെറ്റ് ആണോ മക്കളെ? മനസ്സിലാക്കാം. 2 ആംഗിൾ ഉണ്ട്. ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ഇൻസിഡന്റ് ആംഗിൾ. ഇൻസിഡന്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇൻസിഡന്റ് ആംഗിൾ. സെറ്റ് അല്ലേ? ഇൻസിഡന്റ് ആംഗിൾ. നെക്സ്റ്റ്, ഈ റിഫ്രാക്ട് ചെയ്ത് വളഞ്ഞു പോകുന്ന ലൈറ്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെ പറഞ്ഞവരാണ് റിഫ്രാക്റ്റർ ആംഗിൾ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എപ്പോഴാണോ റിഫ്രാക്റ്റർ ആംഗിൾ 90 ഡിഗ്രി ആവുക, ഇവിടെ കണ്ടോ 90 ഡിഗ്രി, ഓക്കെ, ആ സമയത്തെ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. സെറ്റ് അല്ലേ? അപ്പോ ക്രിട്ടിക്കൽ ആംഗിൾ പൊതുവെ ഗ്ലാസ് എയർ പെയർ ആണെങ്കിൽ 42 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ വരിക. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചിടാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണല്ലേ? ഓക്കെ, നന്നായിട്ട് ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, മക്കളെ ആക്ഷൻ കാണിച്ചാലും മതി. എപ്പോഴാണോ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായ ഒരു ഇൻസിഡന്റ് ആംഗിളിൽ ലൈറ്റ് റേ വന്ന് പതിക്കുന്നത്, ആ സമയത്ത് അവിടെ എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? ആക്ഷൻ കാണിച്ചേ. ആ സമയത്ത് അവിടെ
റിഫ്ലക്ഷൻ സംഭവിക്കില്ല. അതായത് ഇപ്പൊ ഇൻസിഡന്റ് ആംഗിൾ 42 ഡിഗ്രി ആണ്. ഈ 42 ഡിഗ്രിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. മറ്റൊരു ലൈറ്റ് റേ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വേറൊരു ലൈറ്റ് റേ വന്നു, ആ ലൈറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ 43 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായ ആംഗിളിൽ ലൈറ്റ് റേ വന്ന് പതിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ റിഫ്ലക്ഷൻ സംഭവിച്ച് ലൈറ്റ് റേ താഴത്തോട്ട് പോകുന്നതാണ്. ക്ലിയർ ആണോ? സെറ്റല്ലേ? ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്കുക കേട്ടോ. ഓക്കെ എടാ, വെരി ഗുഡ്. ഓക്കെ സാർ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ ഓക്കെ മക്കളെ, ഇനി സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ സാറ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. സ്ലൈഡിലല്ല, സാർ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിലോട്ട് പോവാം. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും അതിന് ആൻസർ വരയ്ക്കണമെന്നില്ല, ആൻസർ പറഞ്ഞു കേട്ടോ. സാർ ഒരു വര വരച്ചു. ഈ വരേനെ പറഞ്ഞത് സർഫസ് ഓഫ് സെപ്പറേഷൻ SS എന്ന് എഴുതി. ഓക്കെ, ഒരു ലൈറ്റ് റേ വന്നു, പതിച്ചു. ഓക്കെ, ഇത് നോർമലാണ്. ക്ലിയർ അല്ലേ? നോർമലാണ്. ഈ ലൈറ്റ് റേ വളഞ്ഞിങ്ങനെ പോയി. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? ഇത് മീഡിയം 1 എന്ന് പേര് കൊടുക്കുക. ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഏത് മീഡിയത്തിലാണ് ലൈറ്റിന് സ്പീഡ് കൂടുതൽ? മീഡിയം 1-ലാണോ മീഡിയം 2-ലാണോ ലൈറ്റിന് സ്പീഡ് കൂടുതൽ? ഇതിങ്ങനെ കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, കുറെ പേര് ആക്ഷൻ കാണിക്കുന്നുണ്ട്. മീഡിയം 1-നാണോ മീഡിയം 2-ലാണോ ലൈറ്റിന് സ്പീഡ് കൂടുതൽ? ഓക്കെ, കിട്ടിയവർക്ക് കൈ വീശ കേട്ടോ. കുറെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, കുറെ പേര് ആക്ഷൻ കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഒരാൾ ചോദിക്കാം സാറേ, എന്തുകൊണ്ട് അവരത് പറയുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ആരാണ് സാറേ? നിഹാൽ ഉണ്ട് അല്ലേ? നിഹാൽ ഹായ്. ഓക്കെ മോനെ, മീഡിയം 1-ലാണോ ലൈറ്റിന് സ്പീഡ് കൂടുതൽ, മീഡിയം 2-ലാണോ? ഈ പിക്ചർ കണ്ടിട്ട് എങ്ങനെ മനസ്സിലായി? അത് ഫസ്റ്റ് വരുന്നത് മീഡിയം 1 എന്നല്ലേ, അപ്പൊ അതൊരു ശരിയായ ഉത്തരമല്ലല്ലേ സാറേ? അങ്ങനെയല്ല കേട്ടാ, സാർ പറഞ്ഞുതരാം. വേറെ ആരെങ്കിലും ഉണ്ടോ സാറേ? ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കോൺഫിഡൻസിൽ നന്നായിട്ട് ടാറ്റ കാണിച്ചേ. ആ ടാറ്റ കാണുമ്പോൾ നമുക്ക് വിളിക്കാൻ തോന്നണം. അങ്ങനെ കുറെ പേരുണ്ട് സാറേ, ഇപ്പൊ കൺഫ്യൂഷൻ ആയി. ഓക്കെ, സാർ റാൻഡം ആയിട്ട് വിളിച്ചോ ആരെങ്കിലും? ടാറ്റ കാണിക്കുന്ന, നന്നായിട്ട് ടാറ്റ കാണിക്കുന്ന ഒരാൾ വിളിച്ചോ. റാസിയ ഉണ്ടല്ലേ? ഓക്കെ, റാസിയ ടാറ്റ കാണിച്ചു തോന്നുന്നു. ഓക്കെ, റാസിയ ഹായ്. മീഡിയം 1-നാണോ 2-നാണോ സ്പീഡ് കൂടുതൽ ലൈറ്റിന്? വൺ എന്ന് പറഞ്ഞു റാസിയ. ഓക്കെ ഓക്കെ മക്കളെ, റാസിയ പറഞ്ഞ 1 കറക്റ്റ് ആണോ? മീഡിയം 1 എന്നുള്ള കറക്റ്റ് ആണോ? അല്ലെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അല്ല, 2 ആണെന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം സാറേ. ഓക്കെ, ആരാണ് സാറേ? കാർത്തിക് ഉണ്ട് അല്ലേ? മക്കളെ എല്ലാവരെയും സാർ കാണുന്നുണ്ട് കേട്ടാ, പക്ഷെ ഒരാളെ വിളിക്കാൻ പറ്റുള്ളൂ. ഹായ് കാർത്തിക്, മീഡിയം 1 ആണോ 2 ആണോ? മീഡിയം 2 ആണ്. എന്തുകൊണ്ടാണ് കാർത്തിക് അങ്ങനെ പറഞ്ഞത്? ഡെൻസർ മീഡിയത്തിൽ റയറിലോട്ട് പോകുമ്പോ എവേ ആയിരിക്കും. വെരി ഗുഡ്. അതായത് എപ്പോഴാണോ ലൈറ്റ് റേ നോർമലി നിന്ന് അകന്നു പോകുന്നത്, അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേററിലോട്ട് പോകുമ്പോഴാണ് നോർമലി നിന്ന് അകന്നു പോവുക. ശരിയല്ലേ? ഇവിടെ നോർമലി നിന്ന് അകന്നല്ലേ പോയേക്കണം. ഓക്കെ, സെറ്റ്. നമുക്കറിയാം ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ, ഓക്കെ മോനെ, ഓക്കെ ഏട്ടാ, വെരി ഗുഡ്. ഓക്കെ, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. ഓക്കെ അല്ലേ? ഡെൻസിറ്റി കൂടുതൽ, ബ്ലോക്ക് കൂടുതൽ. ബ്ലോക്ക് കൂടുതലാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റേറർ മീഡിയം എന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഡെൻസിറ്റി കുറവെന്ന് വെച്ചാൽ മക്കൾ റോട്ടിലത്തെ ബ്ലോക്ക് കുറവാണെന്ന് വിചാരിക്കാം. ബ്ലോക്ക് കുറവാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ അതായത് ഈ കേസിൽ മീഡിയം 2-നാണ് എന്ത് കൂടുതൽ? സ്പീഡ് കൂടുതൽ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട്, അതായത് ഈ ചാപ്റ്റർ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ. ഓക്കെ, കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ചാപ്റ്റർ 10ാം ക്ലാസ്സിലായിരുന്നു. സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് 10ാം ക്ലാസ്സിലത്തെ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇത്. ഓക്കെ, റിഫ്രാക്ഷൻ ആൻഡ് ലെൻസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു.
അതിനുശേഷം കഴിഞ്ഞ വർഷം ഈ ചാപ്റ്റർ രണ്ടാക്കി മുറിച്ചു. എന്നിട്ട് റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്ക് 9ാം ക്ലാസ്സിലും ലെൻസ് എന്നുള്ള ടോപ്പിക്ക് 10ാം ക്ലാസ്സിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ സ്ഥിരമായിട്ട് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾക്ക് ഇത് മനസ്സിലായോ ഈ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ? ഓക്കെയാണ്, വെരി ഗുഡ്. ഓക്കെ സാറേ, അപ്പോ നമുക്ക് എന്താണെങ്കിലും അടുത്തിലോട്ട് പോവാം അല്ലേ? ഓക്കെ, എന്താ സാറേ ക്വസ്റ്റ്യൻ ചോദിക്കണോ അല്ലേ? ഓക്കെ സാർ, നമുക്കെന്നൊരു 2 പേരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ആരാണ് സാറേ വരുന്നത്? ഫാത്തിമ ഫിസ അല്ലേ? ഫാത്തിമ ഫിസ, ഹലോ, അൺമ്യൂട്ട് ചെയ്തരാ. ഫാത്തിമ ഫിസ അൺമ്യൂട്ട് കറോ. ഓക്കെ ഓക്കെ മോനെ, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ എത്രയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. കിട്ടിയോ? ഇല്ല. ഓക്കെ, പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? പറയാൻ പറ്റുന്ന ചാറ്റ് കാണിക്കുക കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ ആര്യലക്ഷ്മി ഉണ്ടല്ലേ? ഓക്കെ ആര്യ, ഹായ്. ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ മോനെ, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ എത്രയാ? 2.25 into 10 raised to 8. 2.25 എന്ന് പറയരുത് കേട്ടോ, 2.25. പോയിന്റ് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. 2.25 into 10 raised to 8 അല്ലേ? ഓക്കെ ആടാ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സാറേ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ പറയാൻ പറ്റുന്ന ഒരു ഡാറ്റ കാണിക്കാം കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ, അതായത് സ്മോൾ ലെറ്റർ n അതിന്റെ ഇക്വേഷൻ ആരാണ് സാർ പറയുന്നത്? വിഷ്ണുജ അല്ലേ? വിഷ്ണുജ. ഓക്കെ, ഹായ് വിഷ്ണുജ, ഹലോ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ കേട്ടോ, സ്മോൾ ലെറ്റർ n ആണ് ചോദിക്കുന്നത് കേട്ടോ സാറ്. n is equal to c/v അല്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ആകെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, n is equal to c/v വെച്ചിട്ട് പ്രോബ്ലം വരും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ശ്രദ്ധിക്കുക, n എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. c എന്ന് വെച്ചാൽ എന്താണ്? സിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. എന്താണ്? 3 into 10 raised to 8 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. v എന്ന് വെച്ചാൽ ഏത് മാധ്യമമാണോ, ഏത് മീഡിയത്തിലത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണാൻ പറഞ്ഞേക്കുന്നത്, ആ മീഡിയത്തിലത്തെ ലൈറ്റിന്റെ സ്പീഡ് ആണ് v. സെറ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സാർ എന്ന് പറഞ്ഞത് നമ്മൾ 4 മീഡിയംസ് ഉണ്ട്, എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഈ 4 മീഡിയത്തിലത്തെയും വിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ സാറേ, നമുക്ക് എന്നാൽ മറ്റേ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ സാറ്, കുറച്ചല്ല കുറച്ചധികം ഉണ്ട് ശരിക്കും. മക്കൾക്ക് വേണ്ടി ഏകദേശം ഒരു 100-200 ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. 2 ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ 200 ഇല്ല 160 ഉണ്ട്. തേർഡ് ചാപ്റ്റർ കൂടി ആകുമ്പോഴേക്കും ഒരു 350 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് മക്കൾക്ക് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ AI ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ സാറേ, നമുക്കപ്പോൾ മറ്റേ സ്ലൈഡ് നമ്പർ 30 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കൾ നോക്കി, എ ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബിലോ 1 and 2 ആർ ട്രാൻസ്പെറന്റ് മീഡിയം. അതായത് 2 മീഡിയം ഉണ്ട്, മീഡിയം 1 മീഡിയം 2. ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രകാശ പ്രതിഭാസം ചിത്രീകരിച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിനോമിനൻ. ഈ പ്രതിഭാസം ഏത്? പറയാൻ പറ്റുന്നൊരു വേഗം ഡാറ്റ കാണിച്ചു കേട്ടോ. ഓക്കെ, ഈ പ്രതിഭാസം ഏത്? ഓക്കെ, ആരാണ് സാറേ പറയുന്നത്? ഫറാസ് പറയൂ അല്ലേ? ഓക്കെ ഫറാസ്, ഹായ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ മോനെ, ഈ പ്രതിഭാസം ഏതാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ? ശരിയല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാക്കുക, ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ 2 മീഡിയ ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് മക്കൾക്ക് ചെറിയ കൺഫ്യൂസിങ് ഉണ്ടാവും അല്ലേ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അത്ര പഴയ പോലെ ടാറ്റ വീശാനൊരു ഉഷാറില്ല. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് ഫോർ മേക്കിംഗ് പ്ലേസ് ദിസ് ഫിനോമിനൻ? ഓക്കെ, ഈ പ്രതിഭാസം സംഭവിക്കുന്നതിനുള്ള 2 നിബന്ധനകൾ എഴുതുക. ഓക്കെ, അത് മക്കൾക്ക് അറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും അറിയാൻ പറ്റും അല്ലെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം മക്കളെ? സാറിന് പറയാ, അറിയാവുന്ന ഡാറ്റ കാണിച്ചോ കേട്ടാ. എന്ത് സംഭവിക്കണം? വേണമെങ്കിൽ ആക്ഷൻ കാണിച്ചോ. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ടുള്ള
ഓക്കെ എന്താണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ആയ ഇപ്പൊ എക്സാമ്പിൾ 42 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണോ ആ ആംഗിളിനേക്കാൾ കൂടുതലായ ഓക്കെ 42 അല്ലേ. ഓക്കെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണോ ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായ ഒരു ഇൻസിഡന്റ് ആംഗിളിലായിരിക്കണം ഇവിടെ ലൈറ്റ് റേ വന്ന് പതിക്കേണ്ട. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. അതായത് ഈ പ്രതിഭാസം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായ ഇൻസിഡന്റ് ആംഗിളിൽ ലൈറ്റ് റേ പതിക്കണം. ഓക്കെ ഒരു കാര്യം ഓക്കെയാണോ? ഓക്കെ രണ്ടാമത്തെ കാര്യം വേറൊന്നുമല്ല, ഈ ലൈറ്റ് റേ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടായിരിക്കണം വരേണ്ടത്. ശരിയല്ലേ? അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലോട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ലൈറ്റ് റേ സഞ്ചരിക്കേണ്ടത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? രണ്ട് കണ്ടീഷൻ ആയി അല്ലേ. വേണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി പറയാം. എന്താണ്? ലൈറ്റ് റേ ചെരിഞ്ഞ് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ആംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, ചെരിഞ്ഞ് സഞ്ചരിക്കണം അല്ലെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലോട്ട് വരണം. രണ്ടെന്താണ്, ഇൻസിഡന്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം, സോറി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ഇൻസിഡന്റ് ആംഗിൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് മക്കളെ? സെറ്റ് അല്ലേ? ആൻസർ നോക്കാം. ഓക്കെ സാർ ആൻസറിലോട്ട് പോവാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് പ്രതിഭാസം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ചോദിച്ചേക്കാണ് ഏത് മീഡിയത്തിനാണ് ഓക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സാർ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ കാണിക്കാമോ? ഓക്കെ ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ അല്ലേ. ഓക്കെ ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ മക്കളെ വേറെ ഒന്നും ചിന്തിക്കണ്ട. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഇവിടെ ആർക്കാണ് മക്കളെ? മീഡിയം 1-നാണോ 2-നാണോ? ആക്ഷൻ കാണിച്ചേ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത് അതായത് ഡെൻസർ മീഡിയം ഏതാ? ഡെൻസർ മീഡിയം ഡെൻസർ മീഡിയം മീഡിയം 1 ആണ് അല്ലേ. ശരിയല്ലേ? മീഡിയം 1 ആണ് ഡെൻസർ മീഡിയം. അതുകൊണ്ടാണ് ഇവിടെ ഈ സംഭവിച്ചേക്കണം. അപ്പോൾ ഡെൻസർ മീഡിയത്തിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതൽ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഏത് മീഡിയത്തിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത് ആ മീഡിയത്തിന് തന്നെയായിരിക്കും എന്ത് കൂടുതലുണ്ടാവുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുണ്ടാവുക. സാറ് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം, ഓണ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ അപ്പൊ അത്ര ഉള്ള സംഭവം. മീഡിയം 1 എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മീഡിയം 1 ആണ് ഇവിടുത്തെ ഡെൻസർ മീഡിയം അല്ലെ. ഓക്കെ ഡെൻസർ എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. അപ്പൊ ഏത് മീഡിയം ആണോ ഡെൻസർ മീഡിയം ആ മീഡിയത്തിൽ തന്നെ ഇരിക്കുള്ളൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ മൂന്നാം നമ്മൾ പറഞ്ഞു എന്താണ് ഇതിന്റെ കണ്ടീഷൻസ് ആണ്. ദ ലൈറ്റ് ഷുഡ് ബി ട്രാവൽ ഫ്രം മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടായിരിക്കണം ലൈറ്റ് സഞ്ചരിക്കേണ്ടത്. അതാണ് ഒരു കണ്ടീഷൻ. സെറ്റ് അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഇൻസിഡന്റ് ആംഗിൾ എന്താണെങ്കിലും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ എന്ത് വരണം? കൂടുതൽ വരണം. ഓക്കെ ആണോ? ഇങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് മക്കളെ? സെറ്റ് ആണോ? അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലേ? പറ്റൂലേ? സിമ്പിൾ അല്ലേ? ഓക്കെ അപ്പൊ അത്ര ഉള്ളു കേട്ടോ. ഓക്കെ സാർ അടുത്തിലോട്ട് പോവാ അല്ലേ. ഓക്കെ മക്കളെ, ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ആണ്. ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു അനദർ മീഡിയം എന്ന് പറഞ്ഞേക്കാണ്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട്, എക്സാമ്പിൾ ആയിട്ട് എയറിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് സഞ്ചരിക്കുകയാണ്, ചെരിഞ്ഞ് സഞ്ചരിക്കുകയാണ്. അപ്പൊ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് ചോദിച്ചിരിക്കണം. അപ്പൊ മക്കളെല്ലാവരും ആ പിക്ചർ നോക്കാം കേട്ടോ. എല്ലാവരും പിക്ചർ നോക്കാം. ഓക്കെ ആണോ? ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ പിക്ചർ നോക്കിയിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര, അത് എങ്ങനെ വന്നു എന്നും കൂടി മക്കൾ പറയണം. ഓക്കെ ഓക്കെ മക്കളെ, സാർ എന്തെങ്കിലും പറയണില്ല. ഇതിപ്പോ സാറ് പറഞ്ഞാലും മക്കളുടെ ആ ഒരു ഇത് സാറിന് കിട്ടൂല. ഓക്കെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയവർ പറയാം കേട്ടോ. സാറോട് എഴുതിക്കോളാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓക്കെ കിട്ടിയവർ പറയാം കേട്ടോ. എത്രയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ? 35 ആണോ സാറ? പിന്നെ 34 അല്ലേ താഴെയുള്ളത്? 34. 35 ആണോ 34 ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഓക്കെ ആരാണ് പറയുന്നത് സാറേ? ജുവൽ പറയാം അല്ലേ. ഓക്കെ ജുവൽ ഹായ്. ഓക്കെ ഹായ്. ഓക്കെ മോനെ, ഇവിടെ എത്രയായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ ഐ വരുന്നത്? 34 ആണെന്നാണ് ജുവൽ പറയണത് സാറേ. ഓക്കെ മക്കളെ, ജുവൽ പറഞ്ഞ കറക്റ്റ് ആണോ? ജുവൽ പറഞ്ഞ കറക്റ്റ് അല്ല എന്നാണ് പറയണത് മക്കളെ. നമുക്ക് നോക്കാം കേട്ടാ. ഓക്കെ ആരാണ് സാറേ പറയുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ? നേഹ പറയൂ അല്ലെ. നേഹ ഹായ്. കുറെ പേര് കാണിക്കുന്നുണ്ട് കേട്ടാ. സാറ് കാണുന്നുണ്ട്. ആ ഓക്കെ നേഹ, എത്രയായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരാ? 35. കേട്ടില്ല. 35 എന്നാണ് പറഞ്ഞത് മക്കളെ. നേഹ 35 എന്നാണ് മക്കളെ പറഞ്ഞത്. കറക്റ്റ് ആണോ? അതും കറക്റ്റ് അല്ല എന്നാണ് പറയണ. ഓക്കെ എന്താണ് മിസ്റ്റേക്ക് നമുക്ക് നോക്കാം. സാർ അതേ കുറെ പേര് കൈവീശണം സാർ. അതേ നമ്മുടെ ഫസ്റ്റ് പേജിൽ
തേർഡ് റോയില് തേർഡ് ഇരിക്കുന്ന ആളൊക്കെ നന്നായിട്ട് കൈ വീശുന്നുണ്ട്. എല്ലാരും കൈ വീശുന്നുണ്ട്. ഓക്കെ, അമ്മയെ കൈ വീശുന്നുണ്ട്. എല്ലാരും മകളെ എല്ലാരെയും കാണുന്നുണ്ട് കേട്ടോ സാറ്. ഒരാളെ വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അമ്മയ 35 അല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? 35 തെറ്റാന്നാ പറഞ്ഞേ. എന്തുകൊണ്ട് തെറ്റായി? അത് ഇൻസിഡന്റ് ആംഗിളിന്റെ അപ്പുറത്തല്ലേ? അതായത് ഇൻസിഡന്റ് ആംഗിൾ എന്ന് വെച്ചാൽ എങ്ങനെയാ വരിക? നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ ശ്രദ്ധിച്ചേ. ഓക്കെ, കറക്റ്റ് ആണ് അമ്മയെ പറഞ്ഞ. അതായത് ഇവിടെ നോക്കിയ മക്കളെ, ഈ പിക്ചർ നോക്കിയേ. നോർമൽ എന്ന് വെച്ചാൽ ഈ നടുക്കേക്കട വരച്ചേക്കുന്ന ആ 90 ഡിഗ്രി ലൈനെ പറയുന്ന പേരാണ് നോർമൽ അഥവാ ലംബം എന്ന് പറയും. ഓക്കെ, ഈ വരുന്ന ലൈറ്ററെ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ദേ സാറിന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് പിക്ചർ. ഓക്കെ, ഇതാണ് നോർമൽ. ഓക്കെ, നോർമലുമായ ആംഗിൾ ഉണ്ടാക്കുക, ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ. സോറി, ഇൻസിഡന്റ് റേ. നോർമലുമായ ആംഗിൾ ഉണ്ടാക്കുന്ന പറയുമ്പോ ഇതല്ലേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ശരിയല്ലേ? ഇവിടെ 35 ഉണ്ട്, ശരിയാണ്. അത് നോർമലുമായിട്ടാണ് മക്കൾ ആംഗിൾ ഉണ്ടാക്കണേ? നോർമലായിട്ടാണോ? അത് സർഫസ് ഓഫ് സെപ്പറേഷൻ ആയിട്ടാണ് ആംഗിൾ ഉണ്ടാക്കണം. അതായത് സർഫസ് ഓഫ് സെപ്പറേഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 35 ഡിഗ്രി. ഓക്കെ അല്ലേ? നോർമലുമായിട്ടുള്ള ആംഗിൾ 35 ആണോ? അല്ല. അത് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതൊരു 90 ഡിഗ്രി ലൈൻ ആണ് അല്ലെ? അപ്പൊ 90 ഡിഗ്രി മൈനസ് 35 ചെയ്യണം. ഓക്കെ അല്ലേ? 90 മൈനസ് 35 എത്രയായിരിക്കും മക്കളെ വരിക? 90 മൈനസ് 30 എന്ന് പറയുമ്പോൾ 60 വരും. പിന്നെ 5 അല്ലേ? 55 ആണോ മക്കളെ കിട്ടിയത്? സാറേ, നമ്മൾ തേർഡ് റോയിൽ സെക്കൻഡ് ആൾ നന്നായിട്ട് കുറെ നേരിട്ട് പറയുന്നുണ്ട്. ആളുടെ പേര് പറയാമോ? അത് തന്നെ, ഡനേലിയ എന്നാണ് സാറേ. ഡനേലിയ അല്ലെ? ഡനേലിയ പറയുന്ന സാറ് കാണുന്നുണ്ട് കേട്ടാ. പിന്നെ വിളിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്ത ആകെ 1 മണിക്കൂറിലുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സാർ കാണുന്നുണ്ട്. ഓള് കുറെ നേരിട്ട് കൈ വീശുന്നുണ്ട്. 55 എന്നൊക്കെ പറയുന്ന സാറ് കണ്ടോ. ഓക്കെ, അപ്പോ 55 ആണ് നമ്മുടെ ഇൻസിഡന്റ് ആംഗിൾ. മക്കൾക്ക് മനസ്സിലായോ? സെറ്റ് അല്ലേ? അപ്പൊ പെട്ടെന്ന് 35 എന്ന് എഴുതാൻ ടെൻഡൻസി വരും, സ്വാഭാവികമാണ് അല്ലെ? കാരണം എന്താണ്? നമുക്ക് നോക്കുമ്പോ ഇതാണ് ഇൻസിഡന്റ് റേ, അപ്പൊ അതിന്റെ അടുത്തുള്ളത് ഇൻസിഡന്റ് ആംഗിൾ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇൻസിഡന്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെ? അത് ഇവിടെ എത്രയാണ്? 90 മൈനസ് 35, 55. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പറയാൻ പറ്റുന്ന ഒരു ആരാണ് ചേട്ടാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചാലും മതി. ഓക്കെ, സാറിന് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ആക്ഷൻ മതിയല്ലേ സാറേ? അൺമ്യൂട്ട് ചെയ്തല്ലേ, ചിലപ്പോൾ ഇനിയും സമയം പോകും. ഓക്കെ, ഇനി ആകെ 5 മിനിറ്റ് കൂടി 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ ഓക്കെ മക്കളെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഈ കാണുന്നതാണ് റിഫ്രാക്ടർ റേ. ഓക്കെ അല്ലേ? റിഫ്രാക്ടർ റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നേരെ തന്നിട്ടുണ്ട്. എന്താണ്? 34 ഡിഗ്രിയാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ മക്കളെ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ മിക്ക മക്കളും ഒരു 90% അല്ലെങ്കിൽ ഒരു 50% മക്കളെങ്കിലും ഇത് പെട്ടെന്ന് തെറ്റിച്ചു വെക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇൻസിഡന്റ് ആംഗിൾ നേരെ 35 എഴുതാൻ തോന്നും, പക്ഷെ 35 അല്ല അല്ലേ? മനസ്സിലായില്ല ഇത് എങ്ങനെ വന്നെന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് നമുക്ക് എന്താണെങ്കിലും ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സാറേ, നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, ആൻസർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് പോകാം അല്ലെ? ഓക്കെ, ആൻസർ സാറ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? 55 ആണ് ഫസ്റ്റത്തേന്റെ, രണ്ടാമത്തേന്റെ 34 ആണ്. ഓക്കെ സാറേ, പടത്തിലോട്ട് പോകാലോ. ഓക്കെ, നെക്സ്റ്റ് ആണ് മക്കളെ ശ്രദ്ധിക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. ഓക്കെ, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ് നമ്മളോട് കാര്യങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് മീൻ ബൈ ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് സാർ പ്രത്യേകിച്ച് ചോദിക്കണില്ല. ഓക്കെ, അപ്പോ അറിയാവുന്നവർ വേണമെങ്കിൽ ആക്ഷൻ കാണിച്ചോടാ. ആക്ഷൻ കാണിക്കാൻ പറ്റൂലേ? ആക്ഷൻ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറെ പേര് കാണിക്കുന്നുണ്ട് സാർ. ഇവര് വളരെ നന്നായിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, അത് ശരിയാണ്. മൈമിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പിള്ളേരാണ് സാറേ, അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങിനെ കൊണ്ടുപോവാം. ഓക്കെ ഓക്കെ മക്കൾ, ഇത്രേ ഉള്ളൂ. അതായത് 2 ടൈപ്പ് ആംഗിൾ ഉണ്ടല്ലോ. എന്താണ്? ഒന്ന് ഇൻസിഡന്റ് ആംഗിൾ, രണ്ടെന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. സോറി, ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും. അപ്പൊ ഇത്രേ ഉള്ളൂ. റിഫ്രാക്റ്റഡ് ആംഗിള് 90 ഡിഗ്രി ആകുന്ന സാഹചര്യത്തിലെ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. സെറ്റ് ആണോ? ഏറ്റവും ചുരുക്കി അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ, നമ്മൾ വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ ഏറ്റവും ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. 2 തരത്തിലുള്ള ആംഗിൾ ഉണ്ട്. ഒരു ആംഗിളിനെ പറയുന്ന പേര് ഇൻസിഡന്റ് ആംഗിൾ, മറ്റേ ആംഗിളിനെ പറഞ്ഞ പേര് എന്താ? ഓക്കെ, റിഫ്രാക്റ്റഡ് ആംഗിൾ. എപ്പോഴാണോ റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി ആകുന്നത്, അതിന് കാരണക്കാരനായിട്ടുള്ള ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. സെറ്റ് അല്ലേ?
ക്ലിയർ? നമുക്കറിയാം ഗ്ലാസ് എയർ പെയർ ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര വരിക? 42 ആണ് വരിക. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ്, when the angle of incidence is of glass is 42 degree, what will be the angle of refraction? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? സാർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വേണമെങ്കിൽ ആക്ഷൻ കാണിച്ചാലും മതി കേട്ടാ. മകൾ കുറെ പേര് പറയുന്നുണ്ട് എന്താണ് കറക്റ്റ് ആയിട്ട് കാണിക്കണല്ലോ സാറേ, 90 ആണല്ലേ. കുറെ പേര് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സാറേ, അതായത് ഇങ്ങനെ 9 കാണിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് 0, പിന്നെ ഇങ്ങനെ അത് കറക്റ്റ് ആണ് കേട്ടാ. ഇതാണ് കുറച്ചും കൂടി ഈസി അല്ലേ. കുറെ പേര് 9 കാണിച്ചിട്ട്, അതായത് വേണ്ട 9 0 അങ്ങനെ കാണിക്കുന്നുണ്ട്. കുറെ പേര് 90 കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയുള്ള മക്കളെ, അതായത് when the angle of incidence of glass is 42 degree, what will be the angle of refraction? എന്താ വരിക? 90 ഡിഗ്രി വരുന്ന സമയത്ത്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 എന്ന് വെച്ചാൽ അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര വരും മക്കളെ? 90 ഡിഗ്രി വരും അല്ലെ. കുറെ പേര് എല്ല് കാണിക്കുന്നുണ്ട് സാറേ, മോഹൻലാലിന്റെ എൽ. ഓക്കെ, ലൂസിഫർ ഒക്കെ എഴുതി കാണിക്കുമ്പോഴല്ലേ ആദ്യം എല്ല് എന്നാ കാണിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ ഓർക്കാൻ ഈസി അല്ലേ. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് ആംഗിൾ 42 ആണെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റർ ആംഗിൾ 90 ആണെന്ന് മനസ്സിലാക്കാം. വെരി ഗുഡ്. ഓക്കെ മക്കൾക്ക് അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ വന്നിട്ടുണ്ട് അല്ലേ. ഭൂരിഭാഗം പേർക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതിൽ സാറിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് നെയിം ദ ഫിനോമിനൻ ഒക്കർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 40 ഡിഗ്രി, ഡിഫൈൻ ദ ഫിനോമിനൻ. ഓക്കെ, ഇത് മക്കൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റൂല. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രിയാണ്. 40 ആണ്, 42 അല്ല, 43 അല്ല, 40 ആണ് പറഞ്ഞേക്കണേ. ഈ സമയത്ത് ഇവിടെ ഏത് പ്രതിഭാസമായിരിക്കും സംഭവിക്കുക? ഏതായിരിക്കും സാർ? ഇത് വേണമെങ്കിൽ നമുക്ക് ഒരാൾ ചോദിച്ചു നോക്കാം. ഓക്കെ, ഏത് പ്രതിഭാസമായിരിക്കും സംഭവിക്കുക ഈ സമയത്ത്? ഐഷ പറയോ അല്ലെ. ഐഷ ഹായ്. ഓക്കെ ഐഷ, കിട്ടിയോ? ഇല്ല. ഓക്കെ സാർ, ഐഷയ്ക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ കൈ വീശണ ഒരാൾ വേണമെങ്കിൽ വിളിക്കാം അല്ലെ. എല്ലാരും വീശിയാണല്ലോ സാറേ. ഓക്കെ, ഗാവിൻ അല്ലേ. ഗാവിൻ ഹായ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ ഗാവിൻ, 40 ഡിഗ്രിയാണ് ഇൻസിഡന്റ് ആംഗിൾ. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, റിഫ്രാക്ഷൻ അല്ലേ. ശരിയല്ലേ? ശരിയല്ലേ മകളെ? അതായത് മകള് ചിന്തിക്കുക, 42 ഡിഗ്രി ആണെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. 42നേക്കാൾ കൂടുതൽ വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ 42നേക്കാൾ കുറവ് വന്നാലോ നോർമൽ റിഫ്രാക്ഷൻ സംഭവിക്കും. ക്ലിയർ ആണോ? അതായത് ലൈറ്റ് വളഞ്ഞു പോകാത്രേ ഉള്ളൂ കേട്ടോ. സെറ്റല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒറ്റയൊക്കെ വൺ വേർഡ് ആണ്. പക്ഷെ മക്കൾക്ക് ഇത് ഒരുപാട് ആലോചിച്ച് മക്കളത് കൊളോക്കാറാണ് പതിവ് എപ്പോഴും. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ലാസ്റ്റത്തിലോട്ട് പോവാ. നെയിം ദ ഫിനോമിനൻ ഒക്കർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 45 ഡിഗ്രി, ഡിഫൈൻ ദ ഫിനോമിനൻ. ഇതാണ് ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻ. അതായത് ഏതൊരു സാഹചര്യത്തിലാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ആകുന്നത്, അവിടെ എന്ത് പ്രതിഭാസമാണ് സംഭവിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, മക്കൾക്ക് അറിയാമെങ്കിൽ ആക്ഷൻ കാണിച്ചാലും മതി കേട്ടാ. ഓക്കെ, കാരണം നമുക്ക് ഇനി 3-4 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ, ആക്ഷൻ കാണിച്ചേടാ. ഇവിടെ എന്താ സംഭവിക്കുക? ഇൻസിഡന്റ് ആംഗിൾ 45 ഡിഗ്രി. കുറെ പേര് കാണിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലേ? എന്താ സംഭവിക്കുക? അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുക. ക്ലിയർ ആണോ? അപ്പൊ സാർ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ട്. ഗ്ലാസ് എയർ പെയറിൽ അത് 42 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോ 42 ഡിഗ്രിയിൽ ക്രിട്ടിക്കൽ ആംഗിൾ വന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ലൈൻ റിഫ്രാക്റ്റീവ് റേ നോർമലുമായി ഉണ്ടാക്കണ ആംഗിൾ അത് എത്ര വരും? ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഞാനിപ്പോ തൽക്കാലം AR എന്ന് എഴുതേണ്ട, ചുരുക്കി എഴുതണേണ്ട, അങ്ങനെ എഴുതണ്ട മക്കൾ എഴുതണ്ട. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരും. സെറ്റ് ആണോ? സെറ്റ്. നെക്സ്റ്റ്, എപ്പോഴാണോ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറഞ്ഞൊരു ആംഗിളിൽ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ 40 ഡിഗ്രിയിൽ ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുന്നത് വിചാരിക്കുക. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ആണെന്ന് വിചാരിക്കുക. അവിടെ എന്താ സംഭവിക്കുക? അവിടെ വേറെ ഒന്നും സംഭവിക്കൂല, അവിടെ റിഫ്രാക്ഷൻ തന്നെ സംഭവിക്കുള്ളൂ അല്ലെ. ലൈറ്റ് വളഞ്ഞു പോകും. ക്ലിയർ? സെറ്റ് അല്ലേ? എപ്പോഴാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42നേക്കാൾ കൂടുന്നത്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 45 വരെ എന്ന് വിചാരിക്കുക, അവിടെ എന്താ സംഭവിക്കുക? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ TIR, പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുക. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഡി ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം.
ക്ലിയർ ആണോ? അപ്പൊ സാറ് ഈ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വെറുതെ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എക്സാമിന്റെ ഒരു പാറ്റേൺ മക്കൾക്ക് മനസ്സിലായില്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ഓക്കെ, അത് മക്കൾ ആദ്യമേ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് വെച്ചോളണം. ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ഡിഫൈൻ ടോട്ടൽ ലീനിയർ റിഫ്ലക്ഷൻ അങ്ങനെ ചോദിക്കൽ വളരെ കുറവാണ്. ഈ രീതിയിലായിരിക്കും ചോദിക്കുക. സെറ്റ് ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ സാർ, നമുക്കിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഏകദേശം എന്താണ്, ഓണപരീക്ഷയ്ക്ക് ഇനി അധികം നാളില്ല, ഏകദേശം ഒരു മാസത്തെ താഴെ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ഉണ്ടാവും, സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ഉണ്ടാവും, തേർഡിന്റെ തുടക്കം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് കൺഫേം ആണ്. ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇതുവരെ ഓക്കെ ആണോ മക്കളെ? നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബോർഡിൽ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കണ്ട? ഓക്കെ, ആ എഴുതിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് അത് വേണം. ഓക്കെ, അപ്പൊ ഇനിയുള്ള ക്ലാസ്സിൽ, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേണ്ടി വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ഗ്രാഫ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഒരു 2 ഗ്രാഫെങ്കിലും നമുക്ക് വരയ്ക്കണം. അപ്പൊ മക്കൾ ക്ലാസ്സിലോട്ട് വരുമ്പോ അതായത് ചെറിയ ബ്രേക്ക് ഉണ്ടല്ലോ, ക്ലാസ്സിലോട്ട് വരുമ്പോ സ്കെയിലും പെൻസിലും ബുക്കും കൊണ്ടുവരണം. ഒന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 4 5 പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ പ്രോബ്ലവും ഇന്ന് ചെയ്യില്ല, ഇന്ന് ചിലപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുള്ളൂ, ബാക്കി പ്രോബ്ലം എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വളരെയധികം സമയമെടുത്ത് സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനുശേഷം എപ്പോഴാണോ ഇത് തീരുന്നത്, നമുക്കൊരു ഓഗസ്റ്റ് 2-ാം തീയതി കണക്കാക്കിയിട്ട് നമുക്ക് ഒരു ക്ലാസ്സും കൂടി വെച്ചിട്ട്, ഓക്കെ, ഒന്നെങ്കിൽ ഏതെങ്കിലും സാറുമാരുടെ പോർഷൻ തീർന്നാലും ആ സാറുമാരുടെ ക്ലാസ് കയറി എടുക്കാം, അതല്ലെങ്കിൽ ഒരു സൺഡേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ചാപ്റ്റർ എടുക്കാം. ഓക്കെ അല്ലേ? പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് പയ്യെ പോയാൽ മാത്രമേ, വളരെ സ്ലോ ആയിട്ട് പോയാൽ മാത്രമേ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മക്കൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടാൻ സാർ ആഗ്രഹിക്കണില്ല. ഓക്കെ, അപ്പൊ പയ്യെ പോയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എത്ര കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ?